വയനാട്ടിൽ ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൽ ക്രമക്കേട് നടന്നെന്ന വാദം തള്ളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പിരിച്ച തുകയായ 88,68,277 രൂപ അക്കൗണ്ടിലുണ്ട്. മുഖ്യമന്ത്രിയുമായും മന്ത്രി റിയാസുമായും തങ്ങൾ തുടർച്ചയായി കത്തിടപാടുകൾ നടത്തി. സർക്കാർ ഭൂമി ലഭ്യമാക്കുന്നില്ല. ഇനി തങ്ങൾ തന്നെ വീട് നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തുമെന്നും രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലഭിച്ച ഫണ്ടിൽ നിന്ന് 1 രൂപയിൽ വ്യത്യാസമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഓപ്പൺ ചലഞ്ചാണ് വയ്ക്കുന്നത്. 1 രൂപ പിൻവലിച്ചെന്ന് തെളിയിച്ചാൽ ഈ നിമിഷം രാജിവെക്കാം. സാമ്പത്തിക കുറ്റവാളിയായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 780 കോടി സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. സംസ്ഥാന സർക്കാർ ഒരു വീട് നിർമ്മിച്ച് നൽകിയോ എന്നും ഡിവൈഎഫ്ഐ നിർമ്മിച്ച ഒരു വീട് കാണിച്ചു തരാമോ എന്നും രാഹുൽ ചോദിച്ചു. അന്തരീക്ഷത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത വാർത്തയാണ് പ്രചരിക്കുന്നത്. 27 ദിവസം വയനാട്ടിൽ തങ്ങൾ ചെലവഴിച്ചു. മനസ്സ് വിറങ്ങലിച്ച നിരവധി കാഴ്ചകളാണ് വയനാട്ടിൽ കണ്ടത്. 8 ലക്ഷം രൂപ വിലമതിക്കുന്ന 30 വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. 50 ആളുകൾക്ക് വാടക വീടുകൾ ഒരുക്കി കൊടുക്കാമെന്നും പറഞ്ഞു. പണം നേരിട്ട് സമാഹരിക്കേണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത്. വിവാഹത്തിന് സദ്യ വിളമ്പി മീൻ വിറ്റും പണം സമാഹരിച്ചു. ക്യാമ്പിൽ ഒരു പ്രതിനിധി പോലും വയനാട് പ്രവർത്തനത്തെ വിമർശിച്ചില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആർക്കും പരിശോധിക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അതേസമയം സാമ്പത്തിക ദുരുപയോഗം ആരോപിച്ച് തങ്ങൾക്കെതിരെ പരാതി നൽകിയ കോലഞ്ചേരി ലക്ഷ്മി KS അരുൺകുമാറിന്റെ സഹപ്രവർത്തകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. KK രാമചന്ദ്രന്റെ വ്യക്തിപരമായ ബാധ്യത തീർക്കാൻ സർക്കാർ പണം നൽകിയെന്നും എന്നാൽ എന്തുകൊണ്ട് ഒരു വീട് പോലും വയനാട്ടിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്നില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. ഉഴവൂർ വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ നിയമങ്ങൾ സർക്കാരിന് പ്രശ്നമല്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. അതേസമയം കോലഞ്ചേരി സ്വദേശിനി TR ലക്ഷ്മിയാണ് വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയിരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി അടക്കം 8 നേതാക്കൾക്കെതിരെയാണ് പരാതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന പ്രഖ്യാപനം നടത്തുകയും ഫണ്ട് ശേഖരണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ നേതാക്കൾക്കെതിരെ വിശദമായ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം. ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ദുരുപയോഗം നടന്നതായാണ് പരാതിക്കാരി ആരോപിക്കുന്നത്. പിരിച്ച തുകയുടെ കണക്കുകളും വിശദാംശങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നേതാക്കൾ ദുരുപയോഗം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും പരാതിക്കാരി ആവശ്യപ്പെട്ടു.